എല്ലാവർക്കും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും നമ്മൾ കംപ്ലീറ്റ് ആക്കി. അതുപോലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളത് തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും ആണ്. അപ്പോൾ അതിൽ നമ്മൾ തേർഡ് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തേർഡ് മൊഡ്യൂളിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ തിയറി ഓഫ് ബെൻഡിങ്, പിന്നെ കോളംസ് ആൻഡ് സ്ട്രട്സ്, പിന്നെ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്, അങ്ങനെയുള്ള ടോപ്പിക്സാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു മൊഡ്യൂൾ 3 വരുന്നത്. അപ്പോൾ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കൂടുതലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 7 മാർക്കിന് ചോദിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ സെക്കൻഡ്, അതായത് ഷിയർ ഫോഴ്സ് ഡയഗ്രം അതുപോലെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം നമ്മൾ അത്യാവശ്യം എല്ലാ ടൈപ്പിലും ഉള്ളത് നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാവരും എക്സ്പെർട്ടായി മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളും കൂടുതലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാണ്ടായിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് ഇക്വേഷൻസൊക്കെ നമ്മൾ ബൈ ഹാർട്ടാക്കി പഠിച്ചു വെക്കേണ്ടി വരും. എന്നാൽ ആ ഒരു ഇക്വേഷൻസ് നമുക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് സോൾവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കുറച്ച് ഇക്വേഷൻസ് ചിലപ്പോൾ ഒരു 10-12ഓളം ഇക്വേഷൻസൊക്കെ നമ്മൾ ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഒരു കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം, ഓരോ പ്രോബ്ലം നമ്മൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് പതിയെ നമ്മുടെ മനസ്സിലേക്ക് പല ഇക്വേഷൻസും പതിഞ്ഞോളും. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ഇക്വേഷൻ്റെ ഐഡിയകൾ കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനൊന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ ബൈ ഹാർട്ട് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാൻ നിന്നാൽ നടക്കില്ല. നമ്മൾ പ്രോബ്ലം ചെയ്ത് പോകുന്ന വഴിയിൽ നമ്മൾ എന്ത് ചെയ്യും, പല ഇക്വേഷൻസ് നമ്മൾ ഒരു 4-5 പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പതിയെ നമ്മുടെ മനസ്സിലേക്ക് കയറും. ആ ഇക്വേഷൻസ് എന്ത് ചെയ്യും, പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ആ ഇക്വേഷൻ നമ്മുടെ മനസ്സിലൊന്ന് പതിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് നമ്മുടെ സിലബസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തിയറി ഓഫ് ബെൻഡിങ്, അതുപോലെ ബെൻഡിങ് ഇക്വേഷൻ, അല്ലെങ്കിൽ ആ ബെൻഡിങ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ്, അതായത് ബെൻഡിങ് സ്ട്രെസ്സ് കാണാനുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കാം. അതുപോലെ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് വരുന്നുണ്ട്. അതിലും കുറച്ചൊരു 4-8 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അതുപയോഗിച്ച് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 7 മാർക്കിന് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതുപോലെ 3 മാർക്കിന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ കോളംസ് ആൻഡ് സ്ട്രട്സ് ആണ്. അതിലും നമുക്ക് ഈ പറഞ്ഞ പോലെ 7 മാർക്കിൻ്റെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അതിലും കുറച്ച് ഒരു 4 ഇക്വേഷൻസേ പഠിക്കാനുള്ളൂ. ഓക്കെ, പിന്നെ നമുക്കൊരു റാങ്ക് ആൻഡ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ ചില ടോപ്പിക്ക് നമ്മൾ സ്കിപ്പാക്കിയാലും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് മാക്സിമം സ്കോർ, അല്ലെങ്കിൽ ഒരു തേർഡ് മൊഡ്യൂളിൽ ഒരു നമുക്ക് ഒരു ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ചില ടോപ്പിക്ക് നമ്മൾ സ്കിപ്പാക്കിയിട്ട് ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്സ് പഠിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം സ്കോർ ആ തേർഡ് മൊഡ്യൂളിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്ന നമുക്ക് സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ തിയറി ഓഫ് ബെൻഡിങ് ആണ്. ഓക്കെ, തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിനെ ശരിക്കും 2 ആയിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഒന്ന് ഈ ഒരു സെക്ഷനും, അതുപോലെ രണ്ടാമത്തത് കോളംസ് ആൻഡ് സ്ട്രട്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനുമാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോഴൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതൊന്നും ചോദിച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പം ഈ ടോപ്പിക്കിൽ നിന്നായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പം 2 ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഈ ടോപ്പിക്ക് തന്നെ ചോദിക്കാറുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ ചോദിച്ചാലും നമുക്ക് അധികം മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമുക്ക് മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് വരുന്ന കുറച്ച് ബേസിക്സ് ആണ്. അതായത് നമ്മുടെ തിയറി ഓഫ് ബെൻഡിങ്ങിൽ വരുന്ന നമ്മുടെ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക്സ് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസ് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രോബ്ലംസൊക്കെ നമുക്ക് വായിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ കുറച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബേസ് മനസ്സിലായില്ലെങ്കിൽ എന്തായിരിക്കും, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ബേസ് ക്ലിയറായിട്ട് മനസ്സിലാക്കി വെക്കുക. ബേസ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ബാക്കി അതിൻ്റെ മേലേക്ക് വരുന്ന ഏതോ ടോപ്പിക്ക് നമുക്ക് അനായാസം പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ബേസ് ശരിക്കും നോക്കാണ്ട് വലിയ കാര്യങ്ങൾ പഠിക്കാൻ നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് വലിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയില്ല. അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും, ഈ സബ്ജക്റ്റ് എന്നല്ല ഏതൊരു സബ്ജക്റ്റിലെയും ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൻ്റെ ബേസിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. ശേഷം മാത്രം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വലിയൊരു സ്റ്റഡി നടത്തുക. അല്ലാണ്ട് വലിയ സ്റ്റഡി നടത്തിയതിന് ശേഷം അത് മനസ്സിൽ നിൽക്കാണ്ട്, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ പറ്റാത്ത അവസ്ഥയിലും, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നീട് പോയി ബേസ് പഠിച്ചിട്ട് കാര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ എപ്പോഴും ബേസ് ആദ്യം സ്ട്രോങ് ആക്കുക. നമുക്കറിയാം ഫൗണ്ടേഷനാണ് സ്ട്രോങ് എപ്പോഴും വേണ്ടത്. ഓക്കെ, നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് വരുന്നത് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ബെൻഡിങ്? ഇവിടെ നോക്കാം. ഇവിടെ കുറച്ച് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. When a beam is subjected to some external load,
The shear force and bending moments are set up at all sections of the beam. Okay, അതായത് when a beam is subjected to some external load. അപ്പോൾ ഒരു ബീമിൻ്റെ മേലെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ലോഡ് വരുന്ന സമയത്ത് the shear force and bending moments are set up at all sections of the beam. എന്താ സംഭവിക്കുന്നത്? ആ ബീമിൻ്റെ എല്ലാ സെക്ഷനിലും എന്ത് സംഭവിക്കും? ഈ ഷിയർ നമ്മൾ മുന്നേ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആക്ട് ചെയ്യും അല്ലേ. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ തേർഡ് മൊഡ്യൂളിലെ പല പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പല ഇക്വേഷൻസ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതുപോലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ് സെക്കൻഡ് മൊഡ്യൂളിൽ കൂടുതലായിട്ടും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ മിക്കവാറും കേസിൽ നമ്മുടെ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങിലും അല്ലെങ്കിൽ കോളംസ് ആൻഡ് സ്ട്രക്ചറിലൊക്കെ വരുന്ന പ്രോബ്ലംസിൽ ചില ഇക്വേഷൻസ് നമ്മൾ ചിലപ്പോൾ ഈ സെക്കൻഡ് മൊഡ്യൂളിലെ ഇക്വേഷൻസ് നമ്മൾ ഇങ്ങോട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിനെ കുറിച്ച് അത്യാവശ്യം നല്ല ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുന്ന സമയത്തും ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞ് ഒരിക്കലും തേർഡിലേക്ക് പോകരുത്. അല്ലെങ്കിൽ നമ്മൾ SOM സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കാരണം പല ബേസ് കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലാണ്. അതിൻ്റെ ബാക്കിയാണ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ എപ്പോഴും തേർഡ് മൊഡ്യൂൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് മൊഡ്യൂളും ഫസ്റ്റ് മൊഡ്യൂളും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. സോ ഞാൻ ഈ ഫസ്റ്റ് ക്ലാസ് തന്നെ പറയുകയാണ്. അപ്പോൾ ആരെങ്കിലും ഡയറക്റ്റ് സ്കിപ്പായിട്ട് ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും സ്കിപ്പാക്കിയിട്ട് നേരെ തേർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പോഴേ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുക. ഫസ്റ്റും സെക്കൻഡും കണ്ട് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് മാത്രം ആ ഒരു കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ മൊഡ്യൂളിലേക്ക് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ വെൻ എ ബീം ഈസ് സബ്ജക്റ്റഡ് ടു സം എക്സ്റ്റേണൽ ലോഡ് അല്ലേ, ഒരു ബീമിൻ്റെ മേലെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ലോഡ് വരുന്ന സമയത്ത് ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്സ് ആർ സെറ്റ് അപ്പ് അറ്റ് ഓൾ സെക്ഷൻസ് ഓഫ് ദ ബീം അല്ലേ. നമ്മൾ പറഞ്ഞ പോലെ ബീമിൻ്റെ എല്ലാ സെക്ഷനിലും എന്ത് ചെയ്യും? ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഡ്യൂ ടു ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ദ ബീം അണ്ടർഗോസ് സം സെർട്ടൈൻ ഡിഫോർമേഷൻസ് അല്ലേ. അപ്പോൾ ഈ ബെൻഡിങ് മൊമെൻറ്റ് കാരണം ഷിയർ ഫോഴ്സുകൾ കാരണം എന്ത് ചെയ്യും? ബീമിന് ചെറിയ ഡിഫോർമേഷൻസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. ബീമിന് ഡിഫോർമേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ദ മെറ്റീരിയൽ ഓഫ് ബീം വിൽ ഓഫർ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദീസ് ഡിഫോർമേഷൻസ്. എന്ത് ചെയ്യും? ആ ഒരു ബീമിൻ്റെ മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ബീം എന്ത് ചെയ്യും? ഈ ഡിഫോർമേഷനൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഒരു ടെൻഡൻസി കാണിക്കും. ഓക്കെ, ദ മെറ്റീരിയൽ ഓഫ് ബീം വിൽ ഓഫർ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദീസ് ഡിഫോർമേഷൻസ്. ദ സ്ട്രെസ്സസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ സെക്ഷൻ ടു റെസിസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഈസ് നോൺ ആസ് ബെൻഡിങ് സ്ട്രെസ്സ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബെൻഡിങ് സ്ട്രെസ്. അഥവാ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന പ്രോബ്ലത്തിലൊക്കെ നമുക്ക് വരുന്നുണ്ടായിരിക്കാം. മിക്കവാറും ബെൻഡിങ് സ്ട്രെസ് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കും. ചിലപ്പോൾ ബെൻഡിങ് സ്ട്രെസ് കാണുവാനോ ഫൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ബെൻഡിങ് സ്ട്രെസ് ഉപയോഗിച്ച് മറ്റുള്ള പല കാര്യങ്ങളും കണ്ടെത്താനൊക്കെ ആയിരിക്കും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? ദ സ്ട്രെസ്സസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ സെക്ഷൻ അല്ല, നമ്മൾ പറഞ്ഞു ദ മെറ്റീരിയൽ ഓഫ് ബീം വിൽ ഓഫർ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദീസ് ഡിഫോർമേഷൻസ് അല്ലേ. ഇപ്പോൾ ഒരു ബീമിൻ്റെ മേലെ ലോഡ് വരുന്ന സമയത്ത് അവിടെ ബെൻഡിങ് മൊമെൻറ്റുകളും ഷിയർ ഫോഴ്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ബെൻഡിങ് മൊമെൻറ്റുകളും ഷിയർ ഫോഴ്സുകളും കാരണം എന്ത് ചെയ്യും? അതിനെ അല്ലെങ്കിൽ ആ ബെൻഡിങ് മൊമെൻറ്റിനെയും ഷിയർ ഫോഴ്സിനെയും റെസിസ്റ്റ് ചെയ്യാനായിട്ട് ആ നമ്മുടെ ബീമിൻ്റെ മെറ്റീരിയൽ എന്ത് ചെയ്യും? ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു ഡിഫോർമേഷൻ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ബീമിൻ്റെ മെറ്റീരിയൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ദ സ്ട്രെസ്സസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ സെക്ഷൻ ടു റെസിസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഈസ് നോൺ ആസ് ബെൻഡിങ് സ്ട്രെസ്. അപ്പോൾ ആ സെക്ഷനിലുണ്ടാകുന്ന സ്ട്രെസ്സിനെ അല്ലേ, സ്ട്രെസ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ സെക്ഷനിലും സ്ട്രെസ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ്സ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റോ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സോ കാരണം സ്ട്രെസ്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്, ജനറേറ്റ് ആവുന്നുണ്ട്. ആ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെൻഡിങ് മൊമെൻറ്റ് എന്ത് ചെയ്യും? അതിനെ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, ദ സ്ട്രെസ്സസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ സെക്ഷൻ ടു റെസിസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, ആ ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? സ്ട്രെസ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ബീമിൻ്റെ അകത്ത് ബീമിൻ്റെ ഇൻറ്റേർണലായിട്ട് സ്ട്രെസ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ബെൻഡിങ് മൊമെൻറ്റിനെ എതിർക്കാനായിട്ട് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ബീമിൻ്റെ അകത്ത് സ്ട്രെസ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്ട്രെസ്സിനെയാണ് ബെൻഡിങ് സ്ട്രെസ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആ ബീമിൻ്റെ അകത്ത് ഡെവലപ്പ് ആവുന്ന ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് ബെൻഡിങ് സ്ട്രെസ്സ്.
ആൻഡ് റിലിവൻറ്റ് തിയറി ഈസ് കോൾഡ് ദ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്. അപ്പോൾ ഈ പറയുന്ന ഒരു തിയറിയെക്കുറിച്ചാണ് നമ്മൾ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ 3 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ബീമിൽ എക്സ്റ്റേണൽ ലോഡ് വരുന്ന സമയത്ത് പിന്നെ ബീം ഈസ് സബ്ജക്റ്റഡ് ടു സം എക്സ്റ്റേണൽ ലോഡ്, ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്സ് ആർ സെറ്റ് അപ്പ് അറ്റ് ഓൾ സെക്ഷൻസ് ഓഫ് ദ ബീം. അല്ലേ, നമ്മുടെ ബീമിൻ്റെ മേലെ എക്സ്റ്റേണൽ ലോഡ് വരുന്ന സമയത്ത് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റുകളും എല്ലാ സെക്ഷനിലും ഡെവലപ്പ് ചെയ്യും. ഡ്യൂ ടു ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ദ ബീം അണ്ടർഗോസ് സെർട്ടൈൻ ഡിഫോർമേഷൻസ്. ഈ ബെൻഡിങ് മൊമെൻറ്റുകളും ഷിയർ ഫോഴ്സുകളും കാരണം എന്ത് ചെയ്യും, ബീമിൽ സെർട്ടൈൻ ഡിഫോർമേഷൻ, സം ഓഫ് ഡിഫോർമേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ദ മെറ്റീരിയൽ ഓഫ് ബീം വിൽ ഓഫർ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദീസ് ഡിഫോർമേഷൻസ്. എന്ത് ചെയ്യും, നമ്മുടെ ബീമിൻ്റെ മെറ്റീരിയൽ ഈ ഉണ്ടാകാൻ പോകുന്ന ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബീമിൻ്റെ അകത്ത് ആര് പ്രൊഡ്യൂസ് ആവും, സ്ട്രെസ്സ് പ്രൊഡ്യൂസ് ആവും. ദ സ്ട്രെസ്സസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ സെക്ഷൻ ടു റെസിസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഈസ് നോൺ ആസ് ബെൻഡിങ് സ്ട്രെസ്സ്. അപ്പോൾ അങ്ങനെ ആ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ബീം എന്ത് ചെയ്യും, ബീം റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ ബീം റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബീമിനകത്ത് ഡെവലപ്പ് ആവുന്ന ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ബെൻഡിങ് സ്ട്രെസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും പറഞ്ഞ ഈ ഒരു തിയറി ടോപ്പിക്കാണ്, അല്ലെങ്കിൽ തിയറിയെക്കുറിച്ച് നമ്മൾ ബെൻഡിങ്ങിനെ കുറിച്ചുള്ള തിയറിയെക്കുറിച്ച് പറഞ്ഞു. ആ ടോപ്പിക്കിൻ്റെ പേരാണ് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താണ് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്നുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ടേമ പറയുന്നത് പ്യുവർ ബെൻഡിങ് അഥവാ സിമ്പിൾ ബെൻഡിങ്. അപ്പോൾ ഒരു കണ്ടീഷനാണ് പറയുന്നുണ്ടായിരിക്കും, ശ്രദ്ധിക്കുക. ഇഫ് എ ലെങ്ത് ഓഫ് ദ ബീം ഈസ് സബ്ജക്റ്റഡ് ടു എ കോൺസ്റ്റൻറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് നോ ഷിയർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു ബീമിൻ്റെ ലെങ്ത്തിൽ അല്ലെങ്കിൽ ഒരു ബീമിൽ ആക്ട് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ബെൻഡിങ് മൊമെൻറ്റും നോ ഷിയർ ഫോഴ്സുമാണെങ്കിൽ, അതായത് ഷിയർ ഫോഴ്സ് ഇല്ല, അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻ്റ് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്, ദെൻ ദ സ്ട്രെസ്സസ് വിൽ ബി സെറ്റപ്പ് ഇൻ ദാറ്റ് ലെങ്ത് ഓഫ് ദ ബീം ഡ്യൂ ടു ബെൻഡിങ് മൊമെൻറ്റ് ഓൺലി. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, അവിടെ ബെൻഡിങ് മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ, ഷിയർ ഫോഴ്സ് ഇല്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സസ് എന്തായിരിക്കും, ആ ബീമിൻ്റെ ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സ് മാത്രമാണ്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ബീം ഈസ് ഹെഡ് ടു ബി ഇൻ സിമ്പിൾ ബെൻഡിങ് ഓർ പ്യുവർ ബെൻഡിങ്. അപ്പോൾ ആ ഒരു ബീമിൻ്റെ ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്നത് ശരിക്കും എന്താണ്, സിമ്പിൾ ബെൻഡിങ് അഥവാ പ്യുവർ ബെൻഡിങ് ആണ്. അപ്പോൾ മനസ്സിലാക്കുക, സിമ്പിൾ ബെൻഡിങ് അല്ലെങ്കിൽ പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബീമിൽ കോൺസ്റ്റൻറ്റ് ബെൻഡിങ് മൊമെൻറ്റും നോ ഷിയർ ഫോഴ്സും ആണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഷിയർ ഫോഴ്സ് ഇല്ല, ബെൻഡിങ് മൊമെൻറ്റ് മാത്രം, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സ് ആര് കാരണമായിരിക്കും ഉണ്ടായിരിക്കുക, ബെൻഡിങ് മൊമെൻറ്റ് മാത്രം കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ബീമിനകത്ത് ഉണ്ടായിരിക്കുക. ആ എൻ്റയർ ലെങ്ത് ഓഫ് ദ ബീമിൽ ബെൻഡിങ് മൊമെൻറ്റ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സ് മാത്രമാണ് ഉണ്ടായിരിക്കുക. ഈ ഒരു കേസാണ് സിമ്പിൾ ബെൻഡിങ് അഥവാ പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എന്താണ് സിമ്പിൾ ബെൻഡിങ് അഥവാ പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ടൈമാണ് നമ്മുടെ ന്യൂട്രൽ ലെയർ. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 1 മാർക്കിനും 3 മാർക്കിനും ഇനി പറയുന്ന ബേസായിട്ട് വരുന്ന പല പോയിൻറ്റ്സും പല ടേംസും നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ന്യൂട്രൽ ലെയർ എന്ന് പറഞ്ഞാൽ. ദ ന്യൂട്രൽ ലെയർ ഈസ് എ ബീം ദാറ്റ് സപ്പോർട്ട്സ് എ ലോഡ് ഇൻ ദ റീജിയൻ വെർ ദർ ഈസ് നൈദർ സ്ട്രെച്ചിങ് നോർ കംപ്രഷൻ. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുക, നമ്മുടെ ഈ ഒരു ബീമിൻ്റെ കേസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബീമായിരുന്നു. അപ്പോൾ ബീമിൽ ബെൻഡ് ആവുന്ന കേസാണ് അതല്ലേ, ബീമിൽ ലോഡ് വരുമ്പോൾ ബീം ബെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ബീം ബെൻഡ് ആവുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ബീമിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ന്യൂട്രൽ ആക്സിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ന്യൂട്രൽ ആക്സിസ് കാണിച്ചിട്ടുണ്ട് അല്ലേ, ബീമിൻ്റെ സെൻറ്ററിലൂടെ ഒരു ന്യൂട്രൽ ആക്സിസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബീം ഇവിടെ ബെൻഡ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്, ആ ന്യൂട്രൽ ആക്സിസിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. അതായത് അവിടെ കോൺട്രാക്ഷനോ ഇലോങ്ങേഷനോ സംഭവിക്കാത്ത ഒരു അവസ്ഥ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ആ ലെയറിനെയാണ് നമ്മൾ ന്യൂട്രൽ ലെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പോയിന്റ്. ദ ന്യൂട്രൽ ലെയർ ഈസ് എ ബീം, ദ ന്യൂട്രൽ ലെയർ ഓഫ് എ ബീം ദാറ്റ് സപ്പോർട്ട്സ് എ ലോഡ് ഇൻ ദ റീജിയൻ വേർ ദർ ഈസ് നൈദർ സ്ട്രെച്ചിങ് നോർ കംപ്രഷൻ. ഓക്കെ, അവിടെ സ്ട്രെച്ചിങ്ങോ കംപ്രഷനോ സംഭവിക്കില്ല. ആ ഒരു റീജിയനാണ് നമ്മുടെ ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് എ ലെവൽ ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദ ബീം ദർ വിൽ ബി ലെയർ ഓഫ് ഫൈബേഴ്സ് വിച്ച് ആർ നൈദർ ഷോർട്ട് ആൻഡ് നോർ എക്സ്റ്റൻഡ്. സെയിം ഡെഫിനേഷൻ തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ആ ബീമിൻ്റെ ഇതിപ്പോൾ ബീമാണെങ്കിൽ നമ്മുടെ ബീമിൻ്റെ ഇത് ടോപ്പ് ലെയറാണെന്ന് വിചാരിക്കുക, ഇത് ബോട്ടം ലെയറാണ്. അപ്പോൾ ഈ 2 ലെയറിനിടയ്ക്ക് എവിടെയോ ആണ് ഈ ന്യൂട്രൽ ലെയർ സംഭവിക്കുന്നത്. അതായത് ഈ ബീം ഇങ്ങനെ ബെൻഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ ഏതോ ഒരു റീജിയനിൽ എന്ത് ചെയ്യും, അവിടെ കോൺട്രാക്ഷനോ അല്ലെങ്കിൽ കോൺട്രാക്ഷനോ സ്ട്രെച്ചിങ്ങോ നടക്കുന്നുണ്ടായിരിക്കില്ല. ആ റീജിയനാണ് നമ്മൾ ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂട്രൽ ലെയറിനെ കുറിച്ച് നിങ്ങൾ ആ 2 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 2 പോയിൻറ്റ്സും ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. വീണ്ടും പറയുന്നു, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ന്യൂട്രൽ ലെയർ. അടുത്താണ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, നോക്കാം എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ദ റേഡിയസ് അറ്റ് വിച്ച് ന്യൂട്രൽ ലെയർ ബെൻസ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. നമ്മൾ ന്യൂട്രൽ ലെയർ എന്താണെന്ന് ആദ്യം പഠിച്ചു, തൊട്ട് മുന്നേ പഠിച്ചു. അപ്പോൾ ന്യൂട്രൽ ലെയർ ബെൻഡ് ആവുന്ന ഒരു റേഡിയസ് ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ഇതാണ് ന്യൂട്രൽ ലെയർ അല്ലേ, ഇതാണ് ന്യൂട്രൽ ലെയർ. ഓക്കെ, ഇപ്പോൾ ന്യൂട്രൽ ലെയർ ഇങ്ങനെ ബെൻഡായിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഈ ന്യൂട്രൽ ലെയർ ബെൻഡായിട്ടുണ്ടെങ്കിൽ ആ ഒരു റേഡിയസ് ഉണ്ടല്ലോ, ആ ന്യൂട്രൽ ലെയർ ബെൻഡാവുന്ന ഒരു റേഡിയസ് ഉണ്ടല്ലോ. അപ്പോൾ ആ റേഡിയസാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു പോയിൻ്റിൽ നിന്നായിരിക്കും ഈ ഒരു റേഡിയസിൻ്റെ ആ ഒരു സെൻറ്റർ പോയിൻ്റ് കിട്ടുക അല്ലേ. അപ്പോൾ നമ്മളിതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളിപ്പോൾ ഈ റേഡിയസ് വെച്ച് നിങ്ങൾ വരച്ചാൽ മൊത്തം ഒരു സർക്കിളായിട്ട് മാറും. ശരിക്കും ആ സർക്കിളിൻ്റെ റേഡിയസാണ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ന്യൂട്രൽ ലെയറിലേക്കുള്ള ഇതാണ് നമ്മുടെ ന്യൂട്രൽ ലെയർ സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ ന്യൂട്രൽ ലെയറിൻ്റെ റേഡിയസ് ആണ് ശരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ന്യൂട്രൽ ലെയറിൻ്റെ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അതും നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 1 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ദ റേഡിയസ് അറ്റ് വിച്ച് ന്യൂട്രൽ ലെയർ ബെൻസ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ ഏത് റേഡിയസിൽ വെച്ചാണ് ന്യൂട്രൽ ലെയർ ബെൻഡ് ആവുന്നത്, ആ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അടുത്താണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്. നിങ്ങൾ നേരത്തെ ഫിഗറിൽ കണ്ടിട്ടായിരിക്കും ന്യൂട്രൽ ആക്സിസ്. അതായത് ദ ആക്സിസ് അറ്റ് വിച്ച് ദ ബെൻഡിങ് സ്ട്രെസ് ഈസ് 0. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് 0 ആയിട്ടുള്ള ആക്സിസിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുക. നമ്മൾ നേരത്തെ ന്യൂട്രൽ ലെയർ പറഞ്ഞു അല്ലേ. ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത് എന്താണ്, അവിടെ നൈദർ കംപ്രഷൻ നോർ ഇലോങ്ങേഷൻ അല്ലേ. അവിടെ ഇലോങ്ങേഷനോ അല്ലെങ്കിൽ കംപ്രഷനോ സംഭവിക്കുന്നില്ല അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ കംപ്രഷനോ സംഭവിക്കുന്നില്ല. ആ ലെയറാണ് ന്യൂട്രൽ ലെയർ. അപ്പോൾ ആ ന്യൂട്രൽ ലെയറിലൂടെ പോകുന്ന ആക്സിസ് ആയിരിക്കും എന്ത്, ശരിക്കും പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ. അതായത് അവിടെ എന്താണ്, അവിടെ സ്ട്രെച്ചിങ്ങും കംപ്രഷനും നടക്കുന്നില്ലല്ലോ. സോ എന്തായിരിക്കും അവിടെ ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്പ് ആവില്ല. അതുകൊണ്ട് ദ ആക്സിസ് അറ്റ് വിച്ച് ദ ബെൻഡിങ് സ്ട്രെസ് ഈസ് 0. ഓക്കെ, അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് 0 ആയിട്ടുള്ള ആക്സിസ് ആണ് ന്യൂട്രൽ ആക്സിസ്. ദ ന്യൂട്രൽ ആക്സിസ് ഓൾവേസ് പാസസ് ത്രൂ ദ സെൻട്രോയിഡ് ഓഫ് ദ സെക്ഷൻ ഓഫ് ദ ബീം. അപ്പോൾ ബീമിൻ്റെ സെക്ഷൻ്റെ സെൻട്രോയിഡിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, ന്യൂട്രൽ ആക്സിസ് എപ്പോഴും പാസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദ ന്യൂട്രൽ ആക്സിസ് ഓൾവേസ് പാസസ് ത്രൂ ദ സെൻട്രോയിഡ് ഓഫ് ദ സെക്ഷൻ ഓഫ് ദ ബീം. അപ്പോൾ ബീമിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഇതൊരു നീളം കൂട്ടിയുള്ളൊരു ബീമാണ്. നമുക്ക് ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പുള്ള ബീമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ബീം ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഇതൊരു ക്രോസ് സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ക്രോസ് സെക്ഷൻ്റെ മിഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും, മിഡ് പോയിൻ്റ്. അപ്പോൾ ആ മിഡ് പോയിൻ്റാണ് ശരിക്കും നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്ലെയിൻ ഫിഗർ ആണെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇപ്പോൾ നീളത്തിൻ്റെ പകുതി വീതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് ഈ കിട്ടുന്ന പോയിൻ്റാണ് സെൻട്രോയിഡ് എന്ന് പറയുക. അതുപോലെ നമ്മളൊരു ഇപ്പോൾ ഒരു മാസമാണെങ്കിൽ അല്ലേ, നമ്മൾ ഈ കേസ് നമ്മൾ സെക്ഷൻ്റെ കാര്യം മാത്രം മനസ്സിലാക്കി മതി. ഇപ്പോൾ ജസ്റ്റ് സെൻട്രോയിഡ് എന്ന് പറഞ്ഞതാണ്, അതായത് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു സെക്ഷൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ദ ആക്സിസ് അറ്റ് വിച്ച് the bending stress is 0 is called neutral axis. The neutral axis always passes through the centroid of the section of the beam. അപ്പോൾ ബീമിൻ്റെ സെൻട്രോയിഡ് കൂടെ ആയിരിക്കും ന്യൂട്രൽ ആക്സിസ് എപ്പോഴും പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഇതൊക്കെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് 1 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഡ്യൂ ടു പ്യുവർ ബെൻഡിങ് compressive stresses are developed on fibers above neutral axis and tensile stresses on fibers which are below neutral axis. These stresses causes forces on fibers. Total moment of these forces about the neutral axis is known as moment of resistance. പറഞ്ഞ് മനസ്സിലായോ എന്താണ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ? ഡ്യൂ ടു പ്യുവർ ബെൻഡിങ് അപ്പോൾ പ്യുവർ ബെൻഡിങ് സംഭവിക്കുന്ന സമയത്ത് കംപ്രസീവ് സ്ട്രെസ് എവിടെയാണ് ഡെവലപ്പ് ആവുക ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ അല്ലേ, നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ ഇങ്ങനെ ബീം ബെൻഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ ന്യൂട്രൽ ലെയർ അഥവാ ന്യൂട്രൽ ആക്സിസ് ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞ ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ കംപ്രഷനോ സ്ട്രെച്ചിങ്ങോ നടക്കുന്നില്ല. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന പോയിൻറ്റ്സ് നോക്കാം. ഡ്യൂ ടു പ്യുവർ ബെൻഡിങ് compressive stresses are developed on fibers above neutral axis and tensile stresses on fibers which are below neutral axis. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെ അല്ലേ അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെ കംപ്രസീവ് സ്ട്രെസ്സാണ് ഉണ്ടാകുന്നത്. കാരണം ഇവിടെ ഈ ലെങ്ത്ത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ, എന്നാൽ ഈ താഴെ ആണെങ്കിൽ ലെങ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ടെൻസൈൽ
സ്ട്രെസ്സാണ് ഡെവലപ്പ് ആവുക, ഇതിൻ്റെ മേലെ കംപ്രസീവ് സ്ട്രെസ്സാണ് ഡെവലപ്പ് ആവുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെ കംപ്രസീവ് സ്ട്രെസ്സും ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെ ടെൻസൈൽ സ്ട്രെസ്സുമാണ് ഡെവലപ്പ് ആവുന്നത്. ആ ഒരു പോയിൻ്റ് മനസ്സിലായല്ലോ. ശരി. ദീസ് സ്ട്രെസ്സസ് കോസസ് ഫോഴ്സസ് ഓൺ ഫൈബേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബീമിൻ്റെ മെറ്റീരിയലിൻ്റെ ഓരോ സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ദീസ് സ്ട്രെസ്സസ് കോസസ് ഫോഴ്സസ് ഓൺ ഫൈബേഴ്സ്. അപ്പോൾ ഫൈബേഴ്സിൽ എന്ത് ചെയ്യും? ആ ഒരു മെറ്റീരിയലിൻ്റെ ഫൈബേഴ്സിൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ആവും. ടോട്ടൽ മൊമെൻ്റ് ഓഫ് ദീസ് ഫോഴ്സസ്. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ആവുന്ന ദീസ് സ്ട്രെസ്സസ് കോസസ് ഫോഴ്സസ് ഓൺ ഫൈബേഴ്സ്. ഫൈബേഴ്സിൻ്റെ മേലെ എന്ത് ചെയ്യും? ഫോഴ്സസ് ഉണ്ടാകുന്നുണ്ട്. ഈ സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഫോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ടോട്ടൽ മൊമെൻ്റ് ഓഫ് ദീസ് ഫോഴ്സസ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ടോട്ടൽ മൊമെൻ്റ് എന്ന് പറയുന്നത്, അതായത് എബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ്, ന്യൂട്രൽ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള ഈ ഒരു ടോട്ടൽ ഫോഴ്സിൻ്റെ മൊമെൻ്റ്, അല്ലെങ്കിൽ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ദീസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിനാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സ്ട്രെസ്സ് കാരണം ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെ ഉണ്ടാകുന്ന കംപ്രസീവ് സ്ട്രെസ്സ് കാരണം, താഴെ ഉണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെസ്സ് കാരണം ഫോഴ്സ് ഡെവലപ്പ് ആവുന്നുണ്ട്. ആ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സസിനെയാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്താണ് നമ്മുടെ സെക്ഷൻ മോഡുലസ്. ഓക്കെ. സെക്ഷൻ മോഡുലസ് നോക്കാം. ദ റേഷ്യോ ഓഫ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സെക്ഷൻ about its neutral axis to the distance of the farthest fiber from the neutral axis is known as section modulus. അപ്പോൾ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ 3 മാർക്കിനും 1 മാർക്കിനും ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതായത് റേഷ്യോ ആണ് അല്ലേ. സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ റേഷ്യോ എന്തിൻ്റെ റേഷ്യോ ആണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും നമ്മൾ സാധാരണ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ നമ്മൾ ഐ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്, ക്യാപിറ്റൽ ലെറ്റർ ഐ, ഓഫ് എ സെക്ഷൻ അബൌട്ട് ഇറ്റ്സ് ന്യൂട്രൽ ആക്സിസ്. ഇപ്പോൾ ന്യൂട്രൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഫാർത്തസ്റ്റ് ഫൈബർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് അല്ലേ. അപ്പോൾ എന്താണ് ഫാർത്തസ്റ്റ് ഫൈബർ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഇതൊരു ബീമാണ്. ആ ബീമിൻ്റെ സെൻറ്ററിലൂടെ ന്യൂട്രൽ ആക്സിസ് ഉണ്ട്. ശരി. ഇനി ഇവിടെ എന്താ പറയുന്നത്? ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഫാർത്തസ്റ്റ് ഫൈബർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. ഇപ്പോൾ ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഫാർത്തസ്റ്റ് ഫൈബർ. ഓക്കെ. ഇപ്പോൾ ഇതാണ്, ഇവിടേക്ക് രണ്ടിലേക്ക് എന്തായിരിക്കും? ശരിക്കും ആ രണ്ട് ഡിസ്റ്റൻസും ശരിക്കും ഈക്വലാണ് അല്ലേ. ഏറ്റവും ദൂരമുള്ള ഫൈബർ ശരിക്കും ഏതാണ്? ഏറ്റവും പുറത്തുള്ള ഫൈബറാണ് അല്ലേ. ആ മെറ്റീരിയലിൻ്റെ ഏറ്റവും പുറത്തുള്ള ഈ ഭാഗമാണ്, സർഫസാണ് ശരിക്കും ഫാർത്തസ്റ്റ് ഫൈബറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഏറ്റവും എഡ്ജിലേക്കുള്ള ആ ദൂരമാണ് വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്ന വൈ മാക്സ് എന്ന് പറയുന്നത്. അതായത് ഐ ബൈ വൈ ആണ് എന്ത്? സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ. ഐ ബൈ വൈ ആണ് സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും അതുപോലെ തന്നെ ഫാർത്തസ്റ്റ് ഫൈബർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്, അതായത് ഡിസ്റ്റൻസ് ഓഫ് ദ ഫാർത്തസ്റ്റ് ഫൈബർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് നോൺ ആസ് സെക്ഷൻ മോഡുലസ്. അപ്പോൾ നമുക്കിതൊക്കെ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. സെഡ് ഈക്വൽ ടു എന്താണ്? ഐ ഡിവൈഡഡ് ബൈ വൈ, അല്ലെങ്കിൽ വൈ മാക്സ് എന്ന് പറയാം അല്ല. ഐ എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. വൈ മാക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ന്യൂട്രൽ ആക്സിസിൽ നിന്ന് നമ്മുടെ ആ ഒരു ബീമിൻ്റെ ഏറ്റവും പുറത്തേക്കുള്ള ദൂരം. അതായത് ഒന്നുമില്ല, ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ബീമിൻ്റെ ഇത് ബീമാണ്. ഓക്കെ. ഇതിങ്ങനെ ബീമാണെന്ന് വിചാരിക്കുക. ബീമാവുന്ന സമയത്ത് ഈ ബീമിൻ്റെ ഈ ഹൈറ്റ് 10 mm വിചാരിക്കുക. അപ്പോൾ വൈ എന്തായിരിക്കും? അത് ന്യൂട്രൽ ആക്സിസ് സെൻറ്ററിലാണ് വരിക. സെൻറ്ററിൽ നിന്ന് മേലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ വൈ എന്തായിരിക്കും? ആ വിഡ്ത്ത് അല്ലെങ്കിൽ ആ ഹൈറ്റ് ഡിവൈഡ് ബൈ 2 ആയിരിക്കും. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാണ് നമ്മൾ വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ സെക്ഷൻ മോഡുലസ് ആയി. ഇനി അടുത്താണ് ഫ്ലെക്ചറൽ റിജിഡിറ്റി. ഓക്കെ. ഫ്ലെക്ചറൽ റിജിഡിറ്റിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമ്മൾ ഫസ്റ്റ് മോഡുലിൽ പഠിച്ചാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബീം അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ. അപ്പോൾ ഫ്ലെക്ചറൽ റിജിഡിറ്റിയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും തമ്മിൽ അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഐ എന്ന് ഓർത്ത് വെക്കുക. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മുടെ ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞ പോലെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയുമാണ്. ഓക്കെ. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ പഠിച്ചുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ ടേം സെക്ഷൻ മോഡുലസ്
ഡിറ്റർമിൻ ദ സെക്ഷൻ മോഡുലസ് ഫോർ സർക്കുലർ ആൻഡ് ഹോളോ സർക്കുലർ സെക്ഷൻസ്. ഇപ്പോൾ നമുക്ക് സെക്ഷൻ മോഡുലസ് ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഒരു സർക്കുലർ സെക്ഷൻ്റെയും ഹോളോ സർക്കുലർ സെക്ഷൻ്റെയും സെക്ഷൻ മോഡുലസ് കാണുന്ന നമ്മൾ ഡിറ്റർമിൻ അല്ലെങ്കിൽ അത് ആ ഒരു ഇക്വേഷൻ ഫൈൻഡ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് എഴുതാൻ പറഞ്ഞത്. ആദ്യം സെക്ഷൻ മോഡുലസിനെ കുറിച്ച് എഴുതുക. ശേഷം എന്ത് ചെയ്യുക? നമ്മൾ ഒരു സർക്കുലർ സെക്ഷൻ്റെയും ഹോളോ സർക്കുലർ സെക്ഷൻ്റെയും സെക്ഷൻ മോഡുലസ് കാണുന്നത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി നമുക്ക് 7 മാർക്കാണ് കിട്ടുക. അപ്പോൾ വളരെ എളുപ്പമുള്ള കാര്യം, നമുക്കതൊക്കെ വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോയിന്റ് ഓഫ് വ്യൂ നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൻ്റെയാണ്. ഇപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ചെറുതായിട്ട് ചോദിച്ചിട്ടുണ്ട്. നവംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഇവിടെയൊക്കെ കൂടുതലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് പഠിച്ച കാര്യം I/Y അല്ലേ? ദ റേഷ്യോ ഓഫ് I/Y ഇൻ ദ കേസ് ഓഫ് ബീമിൻ്റെ കേസിൽ എന്താണ് I/Y? നമ്മൾ അവസാനം പറഞ്ഞു നിർത്തി, ഓർമ്മ ഉണ്ടായിരിക്കും എല്ലാവർക്കും. സെക്ഷൻ മോഡുലസ് ആണ്. ഓക്കെ, I/Y എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ് ആണ്. പിന്നെ നവംബർ 2022 നമുക്കിനി പഠിക്കാൻ പോകുന്ന പ്രോബ്ലംസൊക്കെയാണ് ചോദിച്ചത്. ഇവിടെ നോക്കി നോക്കട്ടോ. ഇവിടെ 2 ക്വസ്റ്റ്യനും 7 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. പിന്നെയും ഒരു സെറ്റ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അതിലൊന്ന് നമ്മുടെ ബെൻഡിങ് ഇക്വേഷനാണ്, അതായത് ഒരു ഡെറിവേഷനാണ്. അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രോബ്ലമാണ് ചോദിച്ചുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ്. നോക്കുക. ദ ലെയർ വിച്ച് ഈസ് നൈദർ കംപ്രസ്ഡ് നോർ സ്ട്രെച്ചഡ് ഇൻ എ ബീം സബ്ജക്റ്റഡ് ടു ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഡാഷ്ഡ്. എല്ലാവർക്കും അതിൻ്റെ ആൻസർ പറയാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഏതാണ്? ദ ലെയർ വിച്ച് ഈസ് ഏത് ലെയറാണത്? നൈദർ കംപ്രസ്ഡ് നോർ സ്ട്രെച്ചഡ്. സ്ട്രെച്ച് ആവാത്തെയും കംപ്രസ് ആവാത്തെയും ലെയർ ഏതാണ്? അത് ന്യൂട്രൽ ലെയർ. അപ്പോൾ പേര് ഓർക്കാൻ എളുപ്പമല്ലേ? ന്യൂട്രൽ ലെയർ. അയാൾ ന്യൂട്രലായിരിക്കുകയാണ്. അയാൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ആൾ വെറും ന്യൂട്രലാണ്. അപ്പോൾ ന്യൂട്രൽ ലെയറാണ്. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്കിനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുള്ളതാണ്, പ്രോബ്ലംസാണ് ഒക്കെ ചോദിച്ചുള്ളത്. പിന്നെ ഇതൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ള ടോപ്പിക്സാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്കിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഈ ന്യൂട്രൽ ലെയറിനെ കുറിച്ചും ചോദിച്ചു, അതുപോലെ സെക്ഷൻ മോഡുലസിനെ കുറിച്ചും ചോദിച്ചു. അപ്പോൾ നമുക്ക് ബേസ് പഠിക്കുന്ന ഭാഗത്ത് നമുക്ക് എന്തായാലും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നുള്ളൊരു ഐഡിയ നമുക്ക് കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിൽ നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ തിയറി ഓഫ് ബെൻഡിങ്ങിൽ വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡെറിവേഷനാണ്. ഡെറിവേഷൻ ഓഫ് ദ ബെൻഡിങ് ഇക്വേഷൻ. ഓക്കെ, ഡെറിവേഷൻ ഓഫ് ദ ബെൻഡിങ് ഇക്വേഷനെ കുറിച്ചാണ് നമുക്കിനി ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ തൽക്കാലം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഡെറിവേഷൻ പഠിക്കേണ്ട, നമുക്ക് ഡെറിവേഷൻ എന്താ ചെയ്യുക? അവസാനം പഠിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡെറിവേഷൻ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ കുറച്ചധികം സ്റ്റെപ്പുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ചിലപ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഡെറിവേഷൻ പഠിച്ചു പോയാൽ എന്തായിരിക്കും? ചിലപ്പോൾ നമുക്ക് ആദ്യം ഒരു മൊഡ്യൂളിനോട് ചിലപ്പം ഒരു മൊഡ്യൂൾ ടഫാണെന്നുള്ളൊരു തോന്നൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക്, പ്രധാനപ്പെട്ട ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഈ മൊഡ്യൂളിലെ ഈ ഒരു ഡെറിവേഷൻ പഠിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഈ ഡെറിവേഷൻ്റെ ഫൈനൽ ഇക്വേഷൻ, നമുക്ക് ഡിറൈവ് എന്ന ഫോർമുല ഈ ഒരു ഫോർമുലയാണ്. ഓക്കെ, M/I = F/Y = E/R. ഈ ഇക്വേഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്. ഇതാണ് നമ്മുടെ തിയറി ഓഫ് ബെൻഡിങ്. ബെൻഡിങ് ഇക്വേഷൻ അല്ലെങ്കിൽ ബെൻഡിങ് ഇക്വേഷനാണ് ഈ കാണുന്നത്. M/I = F/Y = E/R. ഇതാണ് നമ്മുടെ തിയറി ഓഫ് ബെൻഡിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിലെ ഒരു ഭാഗത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ പ്രോബ്ലംസും നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ളത്. M/I = F/Y = E/R. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ അതിൽ വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക? തൽക്കാലം ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അത് അവസാനം പഠിക്കാം. ഓക്കെ, അപ്പോൾ അവസാനം ആവുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ട് ആവുകയും പിന്നീട് നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്യാം? നമുക്ക് പിന്നോട് ചിന്തിക്കുമ്പോൾ കുറച്ച് എളുപ്പമായിട്ട് ആ ഡെറിവേഷൻ പഠിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങൾ നോക്കുക. M എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബെൻഡിങ് മൊമെൻ്റാണ്. അപ്പോൾ നിങ്ങൾ തൽക്കാലം ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷൻ എഴുതി വെക്കുക. എന്നിട്ട് ഇക്വേഷനിൽ ഓരോ ടേംസ് എഴുതി വെക്കുക. M എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻ്റാണ്. I നമുക്ക് നേരത്തെ കണ്ടതാണ്, നമുക്കറിയാം I മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. F എന്ന് പറഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ്സാണ്. ചില കേസിലൊക്കെ ചില ടീച്ചേഴ്സ് ചിലപ്പം സിഗ്മ എന്നായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? വേണമെങ്കിൽ സിഗ്മ ഉപയോഗിക്കാം, അല്ലെങ്കിൽ F ഉപയോഗിക്കാം. പിന്നെ വരുന്ന Y നമ്മൾ നേരത്തെ പഠിച്ചു, ഡിസ്റ്റൻസ് ഓഫ് ദ ഫൈബർ ഫ്രം ന്യൂട്രൽ ആക്സിസ്, അല്ലെ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ദ ഫൈബർ ഫ്രം ന്യൂട്രൽ ആക്സിസ് ആണ് Y.
പിന്നെ ഈ നമുക്കറിയുന്നതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അഥവാ യങ്സ് മോഡുലസ് ആണ്. പിന്നെ 6 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെ, ന്യൂട്രൽ ആക്സിസ് ഡെവലപ്പ് ആവുന്ന റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം 6 ടേംസ് ഉണ്ട്. നിങ്ങൾ ഇക്വേഷനും ഈ 6 ടേംസും അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻ്റെ ഹെഡിങ് ആയിട്ട് എന്ത് ചെയ്യാം, ഡെറിവേഷൻ ഓഫ് ദ ബെൻഡിങ് ഇക്വേഷൻ എന്ന് എഴുതി വെക്കുക. തൽക്കാലം നമ്മൾ ഡെറിവേഷൻ ഇപ്പോൾ പഠിക്കുന്നില്ല, നമ്മൾ ക്ലാസ്സിൻ്റെ അവസാനമായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൽ വരുന്നത് ഈ ഒരു കുറച്ച് ഇക്വേഷൻസ് കൂടി നിങ്ങൾ എഴുതി വെക്കണം, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സെക്ഷൻ മോഡുലസ്, സ്റ്റാൻഡേർഡ് സെക്ഷൻ, നമുക്ക് പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന സെക്ഷൻസ്, സാധാരണ സോളിഡ്, റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ അധികം കാണാറില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഹോളോ റെക്റ്റാങ്കിൾ വരാൻ ചാൻസ് ഉണ്ട്, സർക്കുലർ ഹോളോ സെക്ഷനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സോളിഡ് റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ സെക്ഷൻ മോഡുലസിൻ്റെ ഇക്വേഷനാണ് BH²/6. ഓക്കെ, ഇതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് B, ഹൈറ്റ് H. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സെക്ഷൻ മോഡുലസ് Z കാണാനുള്ള ഇക്വേഷനാണ് BH²/6 എന്ന് പറയുന്നത്. ഇനി സർക്കിൾ ആകുമ്പോൾ ഇക്വേഷൻ നോക്കുക, Z = πd³/32 ആണ്. D എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഡയമീറ്റർ ആണ്. അതുപോലെ അടുത്തത് ട്രയാങ്കിൾ ആകുമ്പോൾ BH²/24 ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ട്രയാങ്കിൾ ആകുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് ഇങ്ങനെ, പിന്നെ ഈ വരുന്ന ഹൈറ്റാണ് അവിടെ, ഈ ഹൈറ്റാണ് H ആയിട്ട് എടുക്കേണ്ടത്. B എന്ന് പറഞ്ഞാൽ ഈ വിഡ്ത്താണ്. ഓക്കെ, താഴെയുള്ള വിഡ്ത്താണ്. ഓക്കെ, ഇതാണ് B. ഇനി നെക്സ്റ്റ് വരുന്നത് ഹോളോ റെക്റ്റാങ്കിൾ സെക്ഷനാണ്. ഇൻഡിക്കേഷൻ നോക്കുക, BH³ മൈനസ് സ്മോൾ BH³, ക്യാപിറ്റൽ BH³ മൈനസ് സ്മോൾ BH³ /6H ആണ്. നമുക്ക് സാധാരണ റെക്റ്റാങ്കുലർ ഹോളോ സെക്ഷൻ ഒന്നും ചോദിക്കാറില്ല എക്സാമിന്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാലും മനസ്സിലായില്ല, അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അകത്ത് കൂടെ ഹോള് പോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ B ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ക്യാപിറ്റൽ B എന്ന് പറഞ്ഞാൽ പുറത്തുള്ള വിഡ്ത്ത്, ക്യാപിറ്റൽ H പറഞ്ഞാൽ പുറത്തുള്ള ഹൈറ്റ്. അതേപോലെ സ്മോൾ B എന്ന് പറഞ്ഞാൽ അകത്തുള്ള വിഡ്ത്ത്, സ്മോൾ H എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള H. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ സർക്കുലർ ഹോളോ സെക്ഷൻ ആകുമ്പോൾ എന്തായിരിക്കും, വലിയ സർക്കിളും ഉണ്ടായിരിക്കും, പിന്നെ ഉള്ളിൽ ചെറിയ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഉള്ളിൽ ഹോളാണ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ വലിയ ഡയമീറ്റർ, സ്മോൾ D എന്ന് പറഞ്ഞാൽ ചെറിയ ഡയമീറ്റർ. ഓക്കെ, സ്മോൾ D, ക്യാപിറ്റൽ D. ഓക്കെ, വലിയ സർക്കിളിൻ്റെത് ക്യാപിറ്റൽ D, ചെറിയ സർക്കിളിൻ്റെ സ്മോൾ D. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യണം. അത്യാവശ്യം വേണ്ടത് ഇപ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെയും സർക്കിളിൻ്റെയും ഓർത്ത് വെക്കുക. ബാക്കിയുള്ളത് നമുക്ക് വഴിയെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. BH²/6ഉം πd³/12 എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഹെഡിങ് കൊടുക്കണം, സെക്ഷൻ മോഡുലസ് ഇക്വേഷൻ ഫോർ സ്റ്റാൻഡേർഡ് സെക്ഷൻസ്. ഇനി നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കിടക്കണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തു, ഡെറിവേഷൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഡെറിവേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്തു, ഡയറക്റ്റ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകണം. കാരണം പ്രോബ്ലം കുറച്ച് എളുപ്പമാണ്, എന്നാൽ ഈ പ്രോബ്ലമാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ക്ലാസ്സിൽ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു, അതിൽ ബേസ് ആയിട്ടുള്ള ടേംസുകൾ പഠിച്ചു. എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും അല്ലേ, നമ്മൾ അത്രയും പഠിച്ചല്ലോ എന്നുള്ളൊരു ധൈര്യം നമുക്ക് കിട്ടും. കുറേ സമയം കൊണ്ട് നമ്മൾ അത്രയും ടോപ്പിക് പഠിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്, കാരണം ഈ ടൈപ്പ് പ്രോബ്ലം നമുക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യുക, നമുക്ക് അവസാനം നമുക്ക് ഡെറിവേഷനിലേക്ക് പോകാം. ഡെറിവേഷൻ ചോദിക്കുന്നതാണ്, അപ്പോൾ എന്ത് ചെയ്യാം, ഡെറിവേഷൻ പഠിക്കാൻ ഇത്തിരി സമയം എടുക്കും, അപ്പോൾ മനസ്സിലാക്കാൻ ഇത്തിരി സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടന്നു പോകുന്നുള്ളൂ, എന്തായാലും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, നമുക്ക് ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങളുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്വന്തം സയൻറ്റിഫിക് കാൽക്കുലേറ്റർ സ്വന്തമായിട്ട് യൂസ് ചെയ്ത് പഠിക്കണം, സ്വന്തമായി ടൈപ്പ് ചെയ്ത് പഠിക്കണം. പറയുമ്പം ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ നമ്മൾ സ്വന്തമായി ടൈപ്പ് ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ, എക്സാം ഹാളിൽ വെച്ച് നമുക്ക് കിട്ടുന്ന ആൻസർ ശരിയാണെന്ന ധാരണയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് എഴുതി വെക്കേണ്ടി വരും. അവസാനം തെറ്റിപ്പോയാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടും. സോ എപ്പോഴും കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഒരിക്കലും ഡയറക്റ്റ് നോക്കി ചെയ്തിട്ട് ശീലിക്കരുത്, എന്ത് ചെയ്യാൻ പാടില്ല, നോക്കി ചെയ്ത് ശീലിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ പഠിക്കണം. പ്രോബ്ലം നോക്കാം. എ സ്റ്റീൽ ബീം bends under the action of loads such that the maximum stress induced is 700 Newton per mm square. Find the radius of curvature of beam if depth of beam is 200 mm and modulus of elasticity or E equal to 200 kN per mm square for beam material. Question
നമ്മളൊരു തവണ വായിച്ചു. നമുക്കിനി എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കാം. എ സ്റ്റീൽ ബീം ബെൻഡ്സ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ലോഡ്സ് സച്ച് ദാറ്റ് ദ മാക്സിമം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഈസ് 700 Nm/mm². അല്ലേ? ഇത് സംഭവിക്കുന്ന ഒരു സ്റ്റീൽ ബീം എക്സ്റ്റേണൽ ലോഡ് കാരണം എന്ത് ചെയ്യുന്നു? ബെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ബെൻഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ അകത്ത് സ്ട്രെസ്സ് ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വായിച്ച് ഒരു തവണ വായിച്ച് നോക്കുക. രണ്ടാം തവണ വായിക്കുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഗിവൺ ഡാറ്റാസ് 1 by 1 ആയിട്ട് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് സ്ട്രെസ് അറിയാം. നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലേ? M/I ഈക്വൽ ടു F/y ഈക്വൽ ടു E/r. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷനിലെ ഓരോ ടേംസ് ആണെന്ന് പറയാൻ പോകുന്നത് അല്ലേ. എം കിട്ടി. എം ഏത് എത്രയാണ്? സോറി, എം അല്ല, എഫ് എത്രയാണ്? ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 700 Nm/mm² ആണ്. അപ്പോൾ നമുക്ക് എഫ് 700 Nm/mm² ആണ് കിട്ടി. പിന്നെ പറയുന്നു ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ബീം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് 6 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അവിടെ 6 വെച്ച് എന്ത് ചെയ്യാം? 6 എഴുതി നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. നമുക്ക് 6 കാണാനുണ്ട്. ഇഫ് ഡെപ്ത് ഓഫ് ബീം ഈസ് 200 mm. ഇപ്പോൾ ബീമിൻ്റെ ഡെപ്ത്ത്, ഇപ്പോൾ ഇത് ബീമാണെങ്കിൽ ബീമിൻ്റെ ഡെപ്ത്ത് ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ ഹൈറ്റ് ആയിട്ട് ഉദ്ദേശിക്കുക. ഇത് എത്രയാണ്? 200 mm ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എച്ച് വെച്ച് റെപ്രസെൻറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ തൽക്കാലം ഡി വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഡി ഈക്വൽ ടു 200 mm ആൻഡ് ഇ ഈക്വൽ ടു 200 kN/mm² ഫോർ ബീം മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ ഈ യങ്സ് മോഡുലസ് ഓഫ് വെലോസിറ്റി നമുക്ക് 200 kN/mm² തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മൊത്തം 3 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചറാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഏതൊക്കെയാണ്? ഒന്ന്, ഇൻഡ്യൂസ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സ് 700 Nm/mm² തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡെപ്ത് ഓഫ് ബീമിൻ്റെ ഡെപ്ത്ത്, മൊത്തം ഡെപ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റാണ് 200 mm തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഹൈറ്റ് 200 mm ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വൈ കാണാൻ അറിയില്ല. വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വൈ എന്ന് പറഞ്ഞാൽ 200/2 ആണ്. വൈ എന്ന് പറഞ്ഞാൽ 200/2 ആണ് അല്ലേ? അത് നമ്മുടെ ഫാർത്തസ്റ്റ് ഫൈബർ ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ന്യൂട്രൽ ആക്സിസിൽ നിന്നും ഫാർത്തസ്റ്റ് ഫൈബർ ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം ഹൈറ്റിൻ്റെ പകുതിയായിരിക്കും, 100 mm ആണ്. പിന്നെ തന്നിരിക്കുന്നത് മോഡുലസ് ഓഫ് വെലോസിറ്റി ആണ്, 200 kN/mm² ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ kN/mm² നമ്മൾ എന്ത് ചെയ്യണം? Nm/mm² കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് Nm/mm² കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഏതാണ്? M/I ഈക്വൽ ടു F/y ഈക്വൽ ടു E/r ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക? ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ അത് ഡെവലപ്പ് ആവുന്ന ബെൻഡിങ് സ്ട്രെസ്സാണ്. ഇ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് വെലോസിറ്റി ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ, നമുക്ക് അറിയാവുന്ന ഇക്വേഷനിൽ M/I ഈക്വൽ ടു F/y ഈക്വൽ ടു E/r. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ നമുക്ക് എല്ലാം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കുക, ഇതെല്ലാം ഇവിടെ ഈക്വൽ ടു ആണല്ലോ അല്ലേ? അതിൻ്റെ അർത്ഥം നമുക്ക് വേണമെങ്കിൽ ഈ കാണുന്ന ഈ ഇക്വേഷൻ മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മാത്രം എഴുതിയാൽ എന്താണ്? അത് മാത്രം ശരിയാണ് അല്ലേ? കാരണം അത് ഈക്വൽ ടു ആണ്. 3ഉം ഈക്വൽ ആണെങ്കിൽ, അതായത് ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ 10 ഈക്വൽ ടു 20/2 ഈക്വൽ ടു 50/5 എഴുതിയിട്ടുണ്ട് അല്ലേ? എല്ലാം എന്താണ്? 20/2 ചെയ്താൽ നമുക്ക് 10 കിട്ടും. 50/5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. അതിൻ്റെ അർത്ഥം നമുക്ക് 10 ഈക്വൽ ടു 20/2 എഴുതിയാലും, ഇനി 20/2 ഈക്വൽ ടു 50/5 എഴുതിയാലും, ഇനി 10 ഈക്വൽ ടു 50/5 എഴുതിയാലും ഒക്കെ സെയിം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? M/I ഈക്വൽ ടു F/y എഴുതിയാലും, F/y ഈക്വൽ ടു E/r മാത്രം എഴുതിയാലും, M/I ഈക്വൽ ടു E/r മാത്രം എഴുതിയാലും എന്താണ്? എല്ലാം ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് ഇപ്പോൾ എന്താണ്? ഈ ഇക്വേഷനിൽ നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് അല്ലേ? നമ്മുടെ ഇക്വേഷനിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? തന്നിരിക്കുന്ന ഡാറ്റാസ് ഈ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എഫ് തന്നിട്ടുണ്ട്, വൈ നമുക്ക് കിട്ടി അല്ലേ? ഈ D/2 ചെയ്യുമ്പോൾ വൈ കിട്ടി. ഇതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക്
ഇവരെ മാത്രം ഉപയോഗിക്കുക. ഇവിടെ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ നമുക്ക് ആറിനെ ഫൈൻഡ് ചെയ്യാമല്ലോ. പറഞ്ഞ് മനസ്സിലായല്ലോ. അതായത് ഇങ്ങനെ എഴുതാം, F/y ഈക്വൽ ടു E/r. ഇത് നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യാൻ പറ്റുക? ഇത് നമുക്ക് അറിയാത്ത ആൾ 6 മാത്രമാണ്. എന്ത് ചെയ്യാം, 6 ഈക്വൽ ടു എങ്ങനെ ഇക്വേഷൻ വരാം? 6 ഇപ്പുറത്തേക്ക് പോയി, മേലേക്ക് പോയി അല്ലേ. പിന്നെ 6 ഈക്വൽ ടു ഇവിടെ ആരുണ്ട് ബാക്കി? ഈക്വൽ ടു അപ്പുറം E ഉണ്ടായിരുന്നു. ഈ വൈയും എഫും എന്ത് ചെയ്യണം? ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകണം. വൈ മേലെയാണ്, ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ താഴെത്തും അല്ലേ. വൈ അല്ല, എഫ് താഴെത്തും. വൈ താഴെയാണ്, ഈക്വൽ ടു അപ്പുറം പോകുമ്പോൾ മേലെത്തണം. അപ്പോൾ ഈ ആർ ഈക്വൽ ടു ഇ ഇൻറ്റു y/f കിട്ടും. ഓക്കെ, ആർ ഈക്വൽ ടു ഇ ഇൻറ്റു y/f. ഇനി എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് കൊടുക്കുക. ഈ എത്രയാണ്? 200 ഇൻറ്റു 10⁻³ വൈ എത്രയാണ്? 100 ഡിവൈഡ് ബൈ എഫ് എത്രയാണ്? 700. ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ ആർ ഈക്വൽ ടു 28.57 ഇൻറ്റു 10⁻³ കിട്ടും. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് നോക്കുക, ആൻസർ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആർ ഇൻ mm കിട്ടുക. വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ മീറ്ററിലേക്ക് ആക്കാവുന്നതാണ്. എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. നമുക്ക് ആർ ഈക്വൽ ടു ഈ വാല്യൂ കിട്ടുന്നതായിരിക്കും. അവിടെ mm കിട്ടി. മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യുക, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 10⁻³ അങ്ങോട്ട് ക്യാൻസൽ ആവും അല്ലേ. താഴെ 10⁻³ അഥവാ 1000 വരുമ്പോൾ മേലത്ത് ക്യാൻസൽ ആകുമ്പോൾ ബാക്കി 28.57 മീറ്റർ ആയിരിക്കും ആൻസർ കിട്ടുക. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് പ്രോബ്ലമാണ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ടേംസ് പഠിച്ചു. അത് വെച്ച് അതിനുശേഷം നമ്മൾ ഒരു ഡെറിവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഡെറിവേഷന് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ മാത്രം പഠിച്ചു. ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് 2, 3, 4, 5 പ്രോബ്ലംസ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, 5 പ്രോബ്ലം പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, 5 പ്രോബ്ലം കൂടി പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള 5 പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബേസ് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ശേഷം മാത്രം കൂടുതൽ വലിയ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.